പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ വേദനയാണ് നിൻ്റെ ശക്തി എന്നതായിരുന്നല്ലോ നമ്മുടെ ടോപ്പിക്ക്, അല്ലേ? ഇന്നത്തെ ടോപ്പിക്ക് നന്മ പറഞ്ഞാലേ നന്മ പിറക്കൂ എന്നതായാലോ. ഈ പൊതുജീവിതത്തിൽ അനുദിനം നാം മറക്കുന്ന കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഈ ടോപ്പിക്ക് പോരെയെന്ന് ഞാൻ ചോദിച്ചത്. നന്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കുരുവിപ്പക്ഷിയുടെ കാര്യം ഓർമ്മ വരികയാണ്. അതിങ്ങനെ ഉയരങ്ങളിലേക്ക് പറന്നുയരുകയായിരുന്നു. കുറച്ച് ഉയരത്തിൽ ചെന്നപ്പോൾ പാവം കുരുവി കാറ്റ് തട്ടി താഴെ വീണു. ചുറ്റുമുള്ളവർ ഇത് കണ്ട് പരിഹസിച്ചു. ചിലർ പറഞ്ഞു, പറക്കാനാകില്ലെന്ന് അറിഞ്ഞിട്ടും ആ കുരുവി വലിയ കേമം കാണിക്കാൻ പോയതല്ലേ, ദാ കിടക്കുന്നു ചിറകും തളർന്ന്. പക്ഷേ ആ കുഞ്ഞു കുരുവി ഇതൊന്നും കേൾക്കാതെ വീണ്ടും എഴുന്നേറ്റ് പറന്നു. ഒരു പരാതിയോ പരിഭവമില്ലാതെ 1000 കണ്ണുകൾക്കിടയിലുള്ള അവളുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ആ പറന്നുയരൽ. നമ്മുടെ ശക്തിയൊന്നും ആ പാവം കുരുവിക്കില്ലല്ലോ. എന്നാലും അത് പറന്നുയർന്നു. വീണാലും വീണ്ടും പറക്കുക, അതാണ് കുരുവി നമ്മെ കാണിച്ചു തന്നത്. അതല്ലേ നാം മനസ്സിലാക്കേണ്ടതും. എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ജീവിതത്തിന് ഒരർത്ഥവുമില്ലെന്ന് കരുതുന്നവരുണ്ടല്ലോ, ഇല്ലേ? അങ്ങനെ കരുതുന്നവർ ജീവിക്കാൻ പോലും അർഹതയില്ലാത്തവരാണേ. ഈശ്വരൻ നൽകിയ ജന്മസിദ്ധമായ കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്തി നല്ലത് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാവുകയാണ് നാം ചെയ്യേണ്ടത് എന്ന അഭിപ്രായമാണ് എളിയവനായി എനിക്കുള്ളത്. നിങ്ങൾക്കോ? ഇതൊന്നുമല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനമുണ്ടോ? ഒരു പ്രവർത്തനവുമില്ല. പ്രവൃത്തിയില്ലെങ്കിൽ വിജയവുമില്ല. ശരിയല്ലേ? ഇതല്ലേ ഈ കുരുവി നമ്മളോട് പറഞ്ഞത്. ചിലരുണ്ടെന്നേ, അവർ ചെറിയവരുടെ നിസ്സാരുടെ അനുഭവങ്ങളൊന്നും വകവയ്ക്കത്തില്ല. വേണമെങ്കിൽ അവർ കുരുവിയെ അടിച്ചു വീഴ്ത്തി പൊരിച്ച് തിന്നളയും. നിങ്ങൾ പരാജയബോധത്തോടെ കഴിയാതിരുന്നാൽ, ജീവിതത്തെ ഒരു വെല്ലുവിളിയായി പരിഗണിച്ചാൽ, ആത്മധൈര്യമുള്ളവനായി വിജയശ്രീലാളിതനായി നിങ്ങൾക്ക് മുന്നേറാം. യാതൊരു സംശയവുമില്ല. ഇതിനൊക്കെ ഏകാഗ്രത വേണം കേട്ടോ. ഈ ഏകാഗ്രത എന്ന് പറഞ്ഞാൽ തലച്ചോറിനെ ജോലി ചെയ്യിപ്പിക്കാനും അനുസരിപ്പിക്കാനുള്ള ശക്തിയാണ് ഏകാഗ്രത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മഹാനായ ആർലോ ബെന്നറ്റ് പറഞ്ഞതാണ്. ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കരുത്. നമ്മളിൽ അധികം പേരും വിജയത്തിനുള്ള എത്രയോ സന്ദർഭങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കുന്നവരല്ലേ? ആണല്ലോ. ഞാനൊക്കെ അങ്ങനെയാ. അവസരം വന്നപ്പോൾ ന്യായീകരണങ്ങൾ പറഞ്ഞ് അത് കളഞ്ഞു കുളിച്ചത് ഓർക്കുന്നില്ലേ? അവസരമുള്ളവന് കഴിവില്ല, കഴിവുള്ളവന് അവസരമില്ല. അവസരവും കഴിവും ഒരുമിക്കുമ്പോഴാണ് വിജയമെന്ന് ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാം. എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിലും നല്ലത് എനിക്ക് കൂടുതലായി ഒന്നും അറിയില്ല, എങ്കിലും അറിയാവുന്നത് പറയാം എന്ന മനോഭാവം ആണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മുടെ കഴിവുകേടുകളും പരാജയങ്ങളും മറ്റുള്ള മുമ്പിൽ പ്രദർശിപ്പിക്കണോ? അതിൻ്റെ ഒരു ആവശ്യമില്ല. പ്രയാസം തോന്നിയാലും തളർച്ച തോന്നിയാലും ഒരു മടിയും കൂടാതെ ജോലി അങ്ങോട്ട് ആരംഭിച്ചേക്കുക. അല്ല പിന്നെ നമുക്കറിയാലോ, ഏതൊരു പ്രവൃത്തിക്കും എന്തൊക്കെയുണ്ട്? ആരംഭം, പുരോഗതി, അവസാനം എന്നീ 3 ഘട്ടങ്ങളുണ്ടാവും. നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ അത് നന്നായി ചെയ്യുന്നവൻ എന്ന സൽപ്പേര്, ആ ഡിഗ്നിറ്റി ആർജിക്കാൻ നമുക്ക് സാധിക്കണം കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണേ. പ്രവർത്തനത്തിൻ്റെയും വിജയത്തിൻ്റെയും ഇന്ധനമാണല്ലോ ഈ ഉത്സാഹം എന്നൊക്കെ പറയുന്നത്. മനുഷ്യൻ പ്രധാനമായി 2 തരത്തിലുണ്ട്. ഒന്ന്, പ്രശ്നങ്ങളെ ധീരതയോടെ നേരിടുന്ന ശുഭാപ്തി വിശ്വാസികൾ. 2, പ്രശ്നങ്ങളുടെ മുന്നിൽ പതറുന്ന നിരാശ മനസ്കർ. ഈ 2 വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മുടെ ഇടയിലുള്ളത്. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കൈകാര്യം ചെയ്യാൻ എന്താ ഇത്ര കുഴപ്പം? ആകാശം ഇടിഞ്ഞു വീഴൂ. നമുക്കത് കൈകാര്യം ചെയ്യാമെന്നേ. അത് നന്മയെ വരുത്തിയുള്ളൂ. നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കും. നിങ്ങളുടെ പേഴ്സണാലിറ്റി വികസിക്കണമെങ്കിൽ ഇങ്ങനെ മസിൽ പിടിച്ചുകൊണ്ട് നടന്നാൽ മാത്രം പോരാ. ഒന്നുമല്ലെങ്കിലും ഒരു സാംസ്കാരിക കൂട്ടായ്മയിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത്
സജീവമായി ഒന്ന് പ്രവർത്തിച്ച് നോക്കിക്കേ. അപ്പോൾ നിങ്ങളുടെ കഴിവും വ്യക്തിത്വവും വികസിക്കുന്നതായി കാണാം, യാതൊരു സംശയവുമില്ല. വേദിയെയും സദസ്സിനെയും ഒക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കേണ്ട അവസരങ്ങൾ വരും. ആശയവിനിമയശേഷി, വിശകലന ശീലം, ശുഭാപ്തി വിശ്വാസത്തിലുള്ള സമീപന രീതി, അന്യരെ സഹായിക്കാനുള്ള നിരന്തര ശ്രമം, ഇറങ്ങിച്ചെന്ന് രമ്യപ്പെടുവാനുള്ള ശേഷി, നല്ല പെരുമാറ്റം, ലീഡർഷിപ്പ് ക്വാളിറ്റി, അങ്ങനെ മനസ്സിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന എല്ലാ സന്ദർഭങ്ങളും നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അവസരങ്ങൾ നിങ്ങൾ ലഭിക്കും. ഇതിലൂടെ നിങ്ങളുടെ അഭിമാനത്തെ, സെൽഫ് റെസ്പെക്റ്റിനെ ഉയർത്താൻ സാധിക്കും. കഴിവിനെ വളർത്താത്തവരും സെൽഫ് റെസ്പെക്റ്റ് കുറഞ്ഞവരുമാണ് മറ്റുള്ളവരുടെ കഴിവുകൾ കാണുമ്പോൾ അസ്വസ്ഥരാകുന്നത്. അവർ അതിനെ കോപ്രായമായി കണ്ട് അപവാദങ്ങൾ ഉയർത്തിക്കളയും. അഭിമാനമുള്ള ഒരാൾക്ക് സ്വന്തം തെറ്റ് ഏറ്റു പറയുവാനും അത് തിരുത്തുവാനും ധൈര്യമുണ്ടാകും. അതാണ് അവരുടെ പ്രത്യേകത. തെറ്റ് സമ്മതിച്ചാൽ താൻ കുറ്റക്കാരനാണെന്ന് മുദ്രയടിക്കപ്പെടുമോ എന്ന ഭീതിയൊന്നും അവരെ ബാധിക്കില്ല. ഇനി അവരുടെ മഹത്വങ്ങളും കൂടി ഒന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ഈ 6ാമത്തെ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാക്കാം. ആത്മാഭിമാനമുള്ളവരുടെ ജീവിതം സന്തോഷപ്രദമായിരിക്കും. മെച്ചപ്പെട്ട വ്യക്തിബന്ധങ്ങളുണ്ടാകും. മാറ്റങ്ങളെ ലേശമില്ലാതെ സ്വാഗതം ചെയ്യാനുള്ള മനസ്ഥിതി കൈവരും. ആദരവ് നൽകുന്നതിലും സ്വീകരിക്കുന്നതിലുമുള്ള സ്വാഭാവികത, വിമർശനത്തെ പുഞ്ചിരിയോട് നേരിടാനുള്ള ധീരത, സ്വയം ചിന്തിക്കാനും അഭിപ്രായം പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുള്ള മനോബലം. ഇനി അന്യർ അംഗീകരിച്ചില്ലെങ്കിലും ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള നിർഭയത്വം. അവർ എവിടെയും ഒറ്റയ്ക്ക് നിന്നാണെങ്കിലും സ്വാഭിപ്രായങ്ങൾ പറയും. അന്യരെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുവാനുള്ള ഉൾക്കരുത്ത് അവർക്കുണ്ട്. അതായത് നാം നമ്മെ തന്നെ ഇഷ്ടപ്പെട്ട് സെൽഫ് മോട്ടിവേഷനിലൂടെ സ്വയം പ്രോത്സാഹനം നൽകി നമ്മെ തന്നെ നിയന്ത്രിച്ച് പ്രവർത്തിക്കുമ്പോൾ ചിലതെല്ലാം ചെയ്യണമെന്ന് നമുക്കും തോന്നും. ഒരു ധൈര്യം നമ്മളുണ്ടാകും. സുഹൃത്തുക്കളെ, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും അവർക്ക് ആത്മബലം ഇല്ലാത്തത് കൊണ്ടാണോ നെടുമ്പാറ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് ആവശ്യത്തിന് ആത്മബലമുണ്ട്, പിന്നെ എന്തിനാ ഇതിനെക്കുറിച്ച് താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന തോന്നൽ ആർക്കെങ്കിലും ഉണ്ടായാൽ അത് അവരുടെ ആത്മബലക്കുറവുകൊണ്ട്, അപകർഷതാ ബോധം കൊണ്ട് പറയുന്നതാണെന്ന് മനഃശാസ്ത്രം വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വയം പ്രചോദരാകാൻ, സെൽഫ് മോട്ടിവേഷനാകാൻ നമുക്ക് കഴിയുമെന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പേഴ്സണാലിറ്റി വികസിക്കുവാൻ ഇതൊക്കെ വളരെ പ്രധാനമാണ് എന്ന കാര്യം ഈ അവസരത്തിൽ മറക്കരുതേ. ഇതൊന്നും ലൈഫിൽ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടാകില്ല എന്ന കാര്യം കൃത്യമായി നമുക്ക് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർക്കാം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രത്യാശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.